ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാം എല്ലാവർക്കും സുഖമാണല്ലോ. അങ്ങനെ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നാട്ടിൽ നാളെയാണല്ലോ ഇൻഷാ അല്ലാ. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. നോമ്പെല്ലാം തുറന്നാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. നാട്ടിൽ നല്ല ചൂടാണല്ലോ. അപ്പോൾ ഇന്നലത്തെ വിശേഷമാണിത്. ഇന്നലെ വീക്കെൻഡും നോമ്പിൻ്റെ ലാസ്റ്റുള്ളൊരു ഓട്ടപ്പാച്ചിലും പെട്ടെന്ന് മാസപ്പിറവി കണ്ടപ്പോൾ ഉള്ളൊരു തിരക്കെല്ലാം ഉണ്ടാവുമല്ലോ. എത്ര ഒരുങ്ങിയാലും നമുക്ക് എന്തായാലും കുറച്ച് പണി പിന്നെയും ബാക്കിയുണ്ടാവും, ഒരു പണി തീരാത്ത പോലെ. അപ്പോൾ ഇന്നലെ ഞാൻ ടിക്ടോക്കിലൊക്കെ കുറേ ആയി ഒരു പരസ്യം കാണുന്നു. ഇവിടുത്തെ ഓഷ്യ ഹൈപ്പർ മാർക്കറ്റിൽ എന്തൊക്കെയോ ബിഗ് സെയിലുണ്ട്, ഓഫറുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ചുമ്മാ കണ്ട സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മളവിടെ പോയിട്ടുണ്ടായിന്. അപ്പോൾ പോയപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയൊക്കെയോ ഉണ്ട്, പക്ഷെ നമുക്ക് പറ്റിയത് നമുക്ക് ആവശ്യമുള്ള സാധനം അങ്ങനെയൊന്നും എനിക്കങ്ങനെ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ വേറെ എന്തെല്ലോ നമ്മൾ ഈ ഓഫറിൽ കാണിക്കുന്ന പോലെ എല്ലാം പോയാൽ അവിടെ ഉണ്ടാകണമെന്നില്ല. സാധനങ്ങൾ എന്തെല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും ഓഫറിലിട്ടതൊന്നും നമുക്ക് ആവശ്യമുള്ളതായിരിക്കില്ല. ചിലപ്പോൾ അത്ര രസമുള്ളതായിരിക്കില്ല കാണാൻ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ചുറ്റി അടിച്ച് അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ ഞാനിങ്ങനെ കുറേ എല്ലാം നോക്കി. ഒന്ന് രണ്ട് സാധനങ്ങൾ ഇഷ്ടപ്പെട്ട കുറച്ച് വാങ്ങിച്ചിട്ട് അപ്പോൾ ലേറ്റായിപ്പോയി. രാത്രി അപ്പോൾ ദേരയിലൊന്ന് പോയി. ദുബായിൽ കുറേ നാളായി ദേരയിലൊന്ന് പോയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ പിന്നെ നമുക്ക് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ആണല്ലോ അത് വാങ്ങുക. അപ്പോൾ അങ്ങനെ അതെല്ലാം വാങ്ങാൻ പോയി. നല്ല തിരക്കായിരുന്നു. ശരിക്കും ദുബായിൻ്റെ ഒരു തിരക്ക് കാണണമെങ്കിൽ ദേരയിൽ തന്നെ പോകണം. അവിടെ പോയി നിന്ന് ഇതെല്ലാം വാങ്ങിക്കുമ്പോഴാണ് മാസപ്പിറവി കണ്ടോ, നോമ്പ് സ്റ്റാർട്ട് ചെയ്തു, നാളെയാണ് എന്നുള്ള ഇങ്ങനെ കുറേ മെസ്സേജ് വന്നു. അപ്പോൾ പിന്നെ ഭയങ്കര ഒരു തിരക്കും ബേജാറുമായി. അതിന് വീട്ടിൽ പോയിട്ട് എന്തെല്ലോ പണിയുണ്ടല്ലോ, നാളെ ആയാൽ മതിയായിരുന്നു നോമ്പ്, അങ്ങനെയെല്ലാം തോന്നിപ്പോൾ. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി. നമുക്ക് സ്ഥിരം വാങ്ങിക്കുന്ന ചില കടയിലുണ്ടാവുമല്ലോ നല്ലത് കിട്ടുന്ന, അങ്ങനെ. അപ്പോൾ അവിടെ പോയി അതെല്ലാം വാങ്ങി വന്ന്. പിന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. ഇത് ഉച്ചയ്ക്ക് ഇറങ്ങിയതല്ലേ, പിന്നെ ഫുൾ തിരക്കെല്ലാം ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നല്ലൊരു ചായ കുടിക്കുക. അങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെ മംസാർ റബ്ബാഷ് ടീ കുടിക്കാൻ പോയി. അടുത്ത ആ റബ്ബാഷ് ചായ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ആടെയും നല്ല തിരക്കായിരുന്നു. പിന്നെ ഇതാ റബ്ബാഷ് ടീ മംസാറിൽ. അങ്ങനെ അതും എല്ലാം കുടിച്ച് അവിടെ നിന്ന് സമൂസയും വാങ്ങിച്ച്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ലേറ്റ് ആയതിനും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ ചിലപടേന്ന് ഒരുക്കി വെക്കലായിരുന്നു. ഫ്രൂട്ട്സ് എല്ലാം എല്ലാം എടുത്ത് ഫ്രിഡ്ജ് സെറ്റ് ചെയ്യലും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അതിൻ്റെതായൊരു പാത്രത്തിലിട്ട് വെക്കലും, അങ്ങനെ കുറേ പണി ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ലോണം ലേറ്റായി. രാത്രി പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത്താഴത്തിന് എണീക്കലും അതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വെച്ച് ഇനി ഉറങ്ങണ്ട. അങ്ങനെ നിസ്കാരവും ഖുർആൻ ഓതലും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചൊന്ന് കിടന്ന്, ഉറക്കം വരുന്നില്ലേനും. പിന്നെ അത്താഴം കഴിഞ്ഞ് അങ്ങനെയൊക്കെയായിരുന്നു. ഇതെല്ലാം ഫുൾ ഇന്നലത്തെ വിശേഷമാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതായിരുന്നു. ഡേറ്റ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഉള്ളിൽ ഓറഞ്ചൊക്കെ ആയിട്ട്. അങ്ങനെ ഇന്നലത്തെ വിശേഷം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ കരീം. ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.